ദഹനകാലം 3-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദർശനങ്ങളുടെയും വെളിപാടിന്റെയും തമ്പുരാനാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. അതിൽ യേശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമാണ് വിശുദ്ധ സ്നാപകന്റെ അധരത്തിലൂടെ നാം കേട്ടത്. യേശു ഇന്നുവരെ ആരുടെയും പാപങ്ങൾ മോചിച്ചിട്ടില്ല. കുരിശുമരണത്തിലൂടെ അവൻ ജനിച്ചു. മരിച്ചുപോയവരുടെയും അന്ന് ജീവിച്ചിരിക്കുന്നവരുടെയും ജനിക്കാനിരിക്കുന്നവരുടെയും പാപമോചകനായി മാറി. ഇക്കാര്യം ഇന്നിവിടെ പ്രവചിക്കുകയായിരുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എന്നർത്ഥം. ആദ്യം ബലിയർപ്പിക്കപ്പെട്ടത് ആബേലിന്റെ കുഞ്ഞാടായിരുന്നു. ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെ എന്ന ഇസഹാക്കിന്റെ ചോദ്യത്തിന് ദൈവം തരും എന്ന അബ്രാഹത്തിന്റെ വികാരഭരിതമായ ഉത്തരം ചരിത്രാതീത കാലത്തോളം പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കേൾക്കും. അന്ന് അബ്രാഹത്തിന്റെ അനുസരണത്തിന് ദൈവം നൽകിയ കുഞ്ഞാടിന്റെ ബിംബമാണ് യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച യേശു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ കട്ടിളപ്പടിയിൽ തേച്ചു പിടിപ്പിച്ചു വെച്ച കുഞ്ഞാടിന്റെ രക്തത്തിന്റെ കറ കാരണമായെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകിയ ശുഭവസ്ത്രമണിഞ്ഞ അനേകരുടെ ദർശന വാർത്ത വെളിപാടിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. മൃഗങ്ങളുടെ രക്തത്തിനോ മനുഷ്യരുടെ ബലിക്കോ മനുഷ്യകുലത്തിന്റെ ബലികൾക്കോ പാപം മോചിക്കാൻ സാധ്യമല്ല. യേശുവാകുന്ന കുഞ്ഞാടിന്റെ ബലിയിൽ ബലിയർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെ. ഇതാണല്ലോ സീറോ മലബാർ സഭയുടെ കാഴ്ചവെപ്പിന്റെ പ്രാർത്ഥനയിൽ ബലിവസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് കാർമേഘം ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നാം ഏറ്റുപറയുന്നത്. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ബലിയർപ്പിക്കുന്നവനും ബലി സ്വീകരിക്കുന്നവനും ഒരാൾ തന്നെ. മനുഷ്യപാപങ്ങളുടെ സമൂലം കഴുകിക്കളയാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ട യോഗ്യതയുള്ള ഒരു കുഞ്ഞാട് യേശുവാണ്. മരുഭൂമിയിലെ കർശനമായ ജീവിതാനുഭവത്തിനൊടുവിലാണ് യോഹന്നാൻ യേശുവിനെ കണ്ടെത്തുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും. ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ മോശയിൽ നാം കണ്ടുമുട്ടുന്നത്. ദൈവത്തിന്റെ വലിയൊരു തെരഞ്ഞെടുപ്പാണ് അവന് ലഭിച്ചത്. പക്ഷേ അതിന് അവൻ നൽകിയ പ്രതികരണം നിഷേധാത്മകമായിരുന്നു എന്ന് ഇന്ന് നാം വായിക്കുന്നു. ജനങ്ങളുടെ എതിർപ്പും മുറുമുറുപ്പും അവനെ നിരാശനാക്കുന്നു. അവന്റെ മനസ്സിടിക്കുന്നു. ഉത്തരവാദിത്തം ഇട്ടെറിഞ്ഞു പോകാൻ വരെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, നീ ഒറ്റയ്ക്ക് ഈ ഭാരം വഹിക്കേണ്ട. നിന്റെ ഭാരങ്ങൾ പങ്കുവെക്കാനുള്ളതാണ്. ആദ്യം ദൈവവുമായി, പിന്നീട് സഹകാരികളുമായി. നിന്റെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതിയാകണം. അത് സഹചരർക്ക് പ്രയോജനകരപ്രദമാകണം. ഇന്നത്തെ ഹെബ്രായ ലേഖനത്തിൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് കടന്നു വരിക എന്ന് നാം വായിക്കുന്നു. നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നിത്യതയിൽ സ്വതസിദ്ധമായ വിശ്രമം അനുഭവിക്കും. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വിശ്രമവും സ്വസ്ഥതയും അനുഭവിക്കുന്നതിന് എത്ര പേരുടെ അധ്വാനമാണ് ഉള്ളതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാജ്യത്തിന്റെ ഭദ്രത പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. കുടുംബത്തിൽ മാതാപിതാക്കളിലും, സഭയിൽ സഭാ അധികാരികളിലും, സ്ഥാപന അധികാരികളിലും നിന്നാണ് ഈ വിശ്രമം നാം അനുഭവിക്കുന്നത്. അങ്ങനെയാണ് അനായാസകരമായ ജീവിതം നാം അനുഭവിക്കുന്നത്. ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന സ്നാപകന്റെ മനോഭാവം നമുക്ക് സ്വായത്തമാക്കാം. ഒരാളെ ചൂണ്ടിക്കാട്ടി അയാളുടെ കുറവുകളല്ല, യോഗ്യതകളാണ് മറ്റുള്ളവരോട് നാം പറയേണ്ടത്. ആ വാക്കുകൾ അവന്റെ ശിഷ്യരെ യേശുവിലേക്ക് അടുപ്പിച്ചു. അപ്പോഴും അവൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. പല ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യേശു അനുഗമനം പൂർത്തിയാവുക എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യം അവനെക്കുറിച്ച് കേൾക്കണം. രണ്ടാമതായി അവനോടൊപ്പം വസിക്കണം. അതിനുശേഷം അവനെ അനുഗമിക്കണം. അനുഗമനം സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ ജീവിതത്തിൽ പ്രകടമാക്കണം. രക്തസാക്ഷിത്വം അനുഭവിക്കുമ്പോഴും ഒരു യഥാർത്ഥ അനുയായിയായി സന്തോഷിക്കും. അങ്ങനെ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ മറ്റൊരു കുഞ്ഞാടായി മാറണം.